ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്ക് സെപ്റ്റംബർ 5th മാർക്കറ്റിലെ അനാലിസിലേക്ക് കിടക്കാം. ഡയറക്റ്റ്ലി അനാലിസിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഫോർത്ത് മാർക്കറ്റിൽ നമ്മൾ ഓൾറെഡി അനാലിസിസ് കഴിഞ്ഞ വീഡിയോയിൽ. സോ ഫോർത്ത് മാർക്കറ്റിൽ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഫോർത്ത് മാർക്കറ്റിലെ ലെവൽസ് മാർക്ക് ചെയ്തു. എന്റെ കഴിഞ്ഞ പുതിയ വീഡിയോസ് ആണ് കാണുന്നവർക്ക് കാണുമ്പോൾ ഡൗട്ട് അടിക്കും. സോ പഴയ വീഡിയോസും കൂടെ കാണുക. പഴയ വീഡിയോസ് കാണുമ്പോൾ ഈ കാണുന്ന മാർക്ക് ചെയ്തിരിക്കുന്ന ലെവൽ ഏതൊക്കെയാണ് ഇൻഡിവിജ്വലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ആ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാലേ ഉള്ളൂ, കഴിഞ്ഞ വീഡിയോസ് കണ്ടാലേ ഉള്ളൂ അതിന്റെ ഫോളോ അപ്പ് ആയിരിക്കും ഓരോ വീഡിയോസും. സോ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ ഈ ലെവൽസ് എന്തൊക്കെയാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് കാണുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എന്ത് കോൺസെപ്റ്റ് ആണ് ആക്ച്വലി നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി എടുക്കുക. ഇതൊരു ഡീകോഡിംഗ് ആണ്, ഒരു ടൈപ്പ് ഓഫ് ഡീകോഡിംഗ് ആണ്. മാർക്കറ്റിനെ എങ്ങനെ ഡീകോഡ് ചെയ്യുക എന്നുള്ളൊരു പ്രോപ്പർ ആയിട്ടുള്ള അനാലിസിസ് അല്ലെങ്കിൽ ഡീകോഡിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ അനാലിസിലേക്ക് കിടക്കാം. ഫസ്റ്റ് പ്രീവിയസ് ഡേ ഹൈ മാർക്ക് ചെയ്ത് ബൗൺസിങ് കീ ലെവൽ അല്ലെങ്കിൽ ബൗൺസിങ് ലെവൽ മാർക്ക് ചെയ്തു. പിന്നെ കറന്റ് ഡേ ബൗൺസിങ് ലെവൽ ബാങ്ക് നിഫ്റ്റിയിൽ മാർക്ക് ചെയ്തു. ഫോർത്ത് മാർക്കറ്റിലെ ബൗൺസിങ് ലെവൽ ബാങ്ക് നിഫ്റ്റിയിൽ മാർക്ക് ചെയ്തു. പിന്നെ 54,000 റൗണ്ട് നമ്പർ പ്രീവിയസ് ഡേ ലോ. ഇത്രയും ലെവൽസ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്ലോസിംഗ് പ്രൈസ്, ഈ കാണുന്ന റെഡ് ക്ലോസിംഗ് പ്രൈസ് ആണ്. ബ്ലാക്ക് രണ്ടും പ്രീവിയസ് ഡേ ഹൈയും ലോയും ആണ്. യെല്ലോയിൽ കാണുന്നത് ബൗൺസിങ് ലെവേഴ്സ് ആണ്, ബാങ്ക് നിഫ്റ്റി ആണ്. സോ പിന്നെ അനാലിസിസ് നോക്കുക. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഫോർത്ത് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് നെഗറ്റീവിൽ ക്ലോസ് ചെയ്ത് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ഡൗൺ ചെയ്യും. അത് ക്ലിയർ? ഓക്കെ, അപ്പൊ മാർക്കറ്റ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി? ക്ലിയർ? ഓക്കെ, നിഫ്റ്റിയിലേക്ക് കിടക്കാം. നിഫ്റ്റിയും സെയിം ഫോർത്ത് മാർക്കറ്റിൽ വന്നു, സെപ്റ്റംബർ 4th വന്നു, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു, ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ഡൗൺ ചെയ്തു, അല്ലെങ്കിൽ സപ്പോർട്ട് എടുത്തു, അല്ലെങ്കിൽ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ഓക്കെ, അത് പിന്നെ ലെവൽസ് മാർക്ക് ചെയ്തു. പ്രീവിയസ് ഡേ ഹൈ, ലോയ്, ക്ലോസിംഗ് പ്രൈസ്, ബൗൺസിംഗ് ലെവൽ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, പിന്നെ റൗണ്ട് നമ്പേഴ്സ് ഒന്നും നിയർ ബൈ ഇല്ല. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിയർ ബൈ റൗണ്ട് നമ്പേഴ്സോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളത് ഒരുപാട് ഫാറാണ്, അത് നമ്മൾക്ക് നോക്കേണ്ട കാര്യമില്ല. അടുത്തുള്ള നിയർ ബൈ റൗണ്ട് നമ്പേഴ്സ് മാത്രം നോക്കിയാൽ മതി. ഒരുപാട് ഫാറ് കിടക്കുന്ന റൗണ്ട് നമ്പേഴ്സ് നോക്കേണ്ട കാര്യമില്ല. പ്രീവിയസ് സെൻസസിൽ വരുവാണെങ്കിൽ പ്രീവിയസ് ഹൈ, റൗണ്ട് നമ്പേഴ്സ്, ബൗൺസിംഗ് ലെവല്, അതായത് പ്രീവിയസ് ഡേയിൽ ക്ലിയർ ചെയ്യാത്ത ക്ലോസിംഗ് പ്രൈസ് ഉണ്ട്. പ്രീവിയസ് ഡേയിൽ അല്ലെങ്കിൽ സെപ്റ്റംബർ 3rd ക്ലിയർ ചെയ്യാത്ത ക്ലോസിംഗ് പ്രൈസ്, പിന്നെ 80,500 റൗണ്ട് നമ്പർ. ഓക്കെ, അപ്പം നിഫ്റ്റിന്ന് തുടങ്ങാം. നിഫ്റ്റി എന്ത് ചെയ്തു? ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് അത്യാവശ്യം നല്ല സെല്ലിങ് വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? നിയർ ബൈ ക്ലോസിംഗ് പ്രൈസിന്റെ മുകളിൽ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവൽ അല്ലെങ്കിൽ ഒരു കീ ലെവൽ അല്ലെങ്കിൽ ബൗൺസിങ് ലെവലിന്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ആരാണ് ആക്ടിവേറ്റ് ആകുന്നത്? ബയേഴ്സ്. സോ ഇവിടെ ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. പ്രീവിയസ് ഡേയിൽ അല്ലെങ്കിൽ ഫോർത്ത് മാർക്കറ്റിൽ ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. കാരണം മാർക്കറ്റ് എന്ത് ചെയ്ത്? ഈ കാണുന്ന കീ ലെവലിന്റെ അല്ലെങ്കിൽ ബൗൺസിങ് ലെവലിന്റെ മുകളിലാണ് മാർക്കറ്റ് എന്ത് ചെയ്ത്? ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. വൺ ലെവൽ ഓഫ് ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. സോ നിഫ്റ്റിയിൽ ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ് പ്രീവിയസ് ഡേയിൽ. ക്ലിയർ? അടുത്ത മാർക്കറ്റിൽ വേറെ അധികം അനാലിസിസോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. മാർക്കറ്റിൽ ഡൗൺഫോൾ വന്നു, ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. പ്രീവിയസ് ഡേയിൽ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുവാണെങ്കിൽ, കാരണം സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ ഡിഫറെന്റ് ബിഹേവിയർ ആയിരിക്കും. സോ മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് ഇങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് എന്ത് ചെയ്തു? അവരുടെ സ്റ്റോപ്പ് ലോസ് അണ്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് വന്നേക്കുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒന്നും അല്ല. ഇത് ബയേഴ്സ് ആക്ടിവേറ്റ് ചെയ്ത് അവരുടെ സ്റ്റോപ്പ് ലോസ് അണ്ട് ചെയ്തു, ബയേഴ്സ് ആക്ടിവേറ്റ് ചെയ്ത് ഇവരുടെ സ്റ്റോപ്പ് ലോസ് അണ്ട് ചെയ്തിട്ടില്ല. മാർക്കറ്റ് ഈ ലോ ക്ലിയർ ചെയ്യണം ഇവരുടെ സ്റ്റോപ്പ് ലോസ് അണ്ട് ചെയ്യണമെങ്കിൽ. സോ അവർ സ്റ്റോപ്പ് ലോസ് അണ്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇവരുടെ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ, ഒരു ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. ഇവിടുന്ന്, അതായത് ഇവിടുന്ന് ഇവിടം വരെ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ബൗൺസിങ് വന്നേക്കുന്നത് ഇവിടെയാണ്. ഇത് ഓൾറെഡി ക്ലിയർ ചെയ്തു.
അതായത് ഓരോ തവണ ലോ ക്ലിയർ ചെയ്യുമ്പോഴും ഈ ലോ ക്ലിയർ ചെയ്യുമ്പോൾ ഇവിടുന്ന് പിന്നൊരു നമുക്ക് ഓരോ തവണ ലോ ക്ലിയർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ബ്രേക്കപ്പ് സ്ട്രക്ചർ എന്ന് പറയും. ബ്രേക്കപ്പ് സ്ട്രക്ചർ ക്ലിയർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ ലോ കൺഫേം ചെയ്യാൻ പറ്റും. സോ ഇവിടെ സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഉള്ള ഡയറക്റ്റ് ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു മൊമെന്റമാണ്. ബാക്കിയുള്ള എല്ലാം ഒരു ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് അവരുടെ സ്റ്റോപ്പ് ലോസ് അണ്ടർ ചെയ്തിട്ടുള്ള മൊമെന്റമാണ്. സോ ഇവിടെ സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഈ ഒരു മൊമെന്റ് ആണ് ഇവിടുന്ന് ഇവിടം വരെ എടുക്കുവാണെങ്കിൽ 50% റീട്രേസ്മെന്റ് മാർക്കറ്റ് എടുത്ത് തന്നിട്ടുണ്ട്. സോ അത് ക്ലിയർ ആണ്. നിഫ്റ്റിയില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളൊന്നും സെൻസെക്സ് ആണ്. നിഫ്റ്റിയിൽ ആകെയുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തു, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു വൺ ലെവൽ ഓഫ് ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. ജസ്റ്റ് ഒരു വൺ ലെവൽ ഓഫ് ബയേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മാത്രം ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്, സിംഗിൾ ബൈ. പിന്നെ സെൻസസ് നോക്കുകയാണെങ്കിൽ സെൻസസ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് കണ്ടിന്യൂസ് സെല്ലിംഗ് വന്നു, റൗണ്ട് നമ്പർ ആയിട്ടുള്ള 81,000 ബ്രേക്ക് ചെയ്തു, അവിടെ നിന്ന് സെല്ലിംഗ് വന്നു, റൗണ്ട് നമ്പർ ആയിട്ടുള്ള 80,500 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അതുകൂടാതെ ക്ലിയർ ചെയ്യാത്ത ക്ലോസിംഗ് പ്രൈസ് കൊണ്ട് തേർഡ് മാർക്കറ്റിൽ ക്ലിയർ ചെയ്യാത്ത ക്ലോസിംഗ് പ്രൈസ് ഉണ്ട്. സോ ഇവിടെ ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്, ക്ലോസിംഗ് പ്രൈസിന്റെ മുകളിൽ ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്, റൗണ്ട് നമ്പറിന്റെ മുകളിൽ ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. 2 ലെവൽ ഓഫ് സ്ട്രോങ് ബയേഴ്സ് ഇവിടെ ആക്ടിവേറ്റഡ് ആണ്. സോ സെൻസസ് ക്ലിയർ ആണ്, ബയേഴ്സ് ആണ് ആക്ടിവേറ്റഡ്. ഇവൻ ദോ ഇവിടെ സെല്ലേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഇവിടെ സെല്ലേഴ്സ് സിംഗിൾ വൺ ലെവൽ ഓഫ് സെല്ലേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ആ സെല്ലേഴ്സിനെ ഫിഫ്ത് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ അത് ആ അനാലിസിലേക്ക് നമുക്ക് കിടക്കാം. സോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസസ് 3 ഇൻഡെക്സിലും പ്രൈമറിലി ബയേഴ്സിനെയാണ് ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത്. അറ്റ് എ ടൈം ബയേഴ്സിനെയാണ് 3 ഇൻഡെക്സും ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് സെല്ലേഴ്സിനെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈവൻ ദോ ഇവിടെ സെല്ലേഴ്സ് അവൈലബിൾ ആണെങ്കിൽ പോലും ഇവിടെ ഈ ഒരു മൊമെന്റത്തിൽ സെല്ലേഴ്സ് അവൈലബിൾ ആണെങ്കിൽ പോലും 81,000 ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴത്തേക്ക് വന്നേക്കുന്നത്. പിന്നെ ഇവിടുന്ന് മാർക്കറ്റ് സെല്ലിംഗ് വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പ് അപ്പിൽ ഈ സെല്ലേഴ്സ് ക്ലിയർ ആവും, ഈ സെല്ലേഴ്സ് പാനിക്കാവും, അവരുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്യും. ഈ ഗ്യാപ്പ് അപ്പിൽ സെല്ലേഴ്സ് ക്ലിയർ ആവും. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിലും ഈ ഒരു കണ്ടോ, ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്നുള്ള സെല്ലിംഗ് ആണ്. ഈ ഒരു സെല്ലേഴ്സ് ഈ ഗ്യാപ്പ് അപ്പിൽ ക്ലിയർ ആവും, അവരുടെ സ്റ്റോപ്പ് ലോസ് എക്സിറ്റ് ചെയ്യും, അവരുടെ പൊസിഷൻ അവൈലബിൾ അല്ല, അവരുടെ സ്റ്റോപ്പ് ലോസ് മുകളിലേക്ക് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഒന്നും തന്നെ അവൈലബിൾ അല്ല. മുകളിലേക്ക് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, മുകളിലേക്ക് പോവില്ല. മാർക്കറ്റ് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അവരുടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഹാൻഡിൽ ചെയ്യും. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ എന്താണ് ആക്ഷൻ നടന്നിരിക്കുന്നത് വെച്ചാൽ 3 ഇൻഡെക്സ് ഒരേപോലെ ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ ഒരു പർട്ടിക്കുലർ അപ്പൊ ഇവിടെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ് ബയേഴ്സിന്റെ. സോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, സ്ലൈറ്റ്ലി ഓപ്പൺ ചെയ്തു, ഈ ഒരു ഹൈ കട്ട് ചെയ്തു. കണ്ടോ, ഈ കാണുന്ന ഹൈ മാർക്കറ്റ് കട്ട് ചെയ്തു, അതായത് ചെറിയൊരു സെല്ലിംഗ് വന്നു, ഈ ഹൈ കട്ട് ചെയ്തു. ഓൾറെഡി ബയേഴ്സ് ആണ് ഇവിടെ ആക്ടിവേറ്റഡ്. ഓക്കെ, ഇവിടെ ഓൾറെഡി ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. ഈ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടോ, ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ നിഫ്റ്റിയിൽ വീണ്ടും ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. ഓക്കെ, 2 ലെവൽ ഓഫ് ബയേഴ്സ് ആയി. അതുകൂടാതെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് കറന്റ് ഡേ ഫിഫ്ത് മാർക്കറ്റിന്റെ കറന്റ് ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴും ബയേഴ്സ് ആക്ടിവേറ്റഡ് ആയി. സോ 3 ലെവൽ ഓഫ് ബയേഴ്സ് ഇൻസ്റ്റന്റ് ആയിട്ട് വിത്ത് ഓപ്പണിംഗ് മാർക്കറ്റ് ആക്ടിവേറ്റഡ് ആയി. സോ അവിടെ മൾട്ടിപ്പിൾ കൺഫർമേഷൻ ആയി. ഈ ഒരു ഒറ്റ ക്യാൻഡിൽ എന്ത് ചെയ്യാം, നമുക്ക് സെല്ല് ചെയ്യാം. ഈ കാണുന്ന ഒരൊറ്റ ക്യാൻഡിൽ നമുക്ക് സെല്ല് ചെയ്യാം. അതിന് മൾട്ടിപ്പിൾ കൺഫർമേഷൻ, മൾട്ടിപ്പിൾ ഇൻഡെക്സിന് എടുക്കാം. ഡയറക്റ്റ് നിഫ്റ്റിയിൽ ഈ ഒരു മൊമെന്റം കണ്ടുകൊണ്ട്, ഈ ഒരു ബയേഴ്സിന് ആക്ടിവേഷൻ കണ്ടുകൊണ്ട് നമ്മൾ എടുക്കില്ല. ഓൾറെഡി നമുക്ക് മൾട്ടിപ്പിൾ കൺഫർമേഷൻ 3 ഇൻഡെക്സും തന്നു കഴിഞ്ഞു. പ്രീവിയസ് ഡേയിൽ ബയേഴ്സ് ആണ് ആക്ടിവേറ്റഡ് എന്നുള്ളത്. അതുകൂടാതെ കറന്റ് ഡേയിലും മൾട്ടിപ്പിൾ തവണ ബയേഴ്സിനെ നിഫ്റ്റി ആക്ടിവേറ്റ് ചെയ്യുന്നു. അതുകൂടാതെ ഓപ്പണിംഗ്, സെൻസസിന്റെ ഓപ്പണിംഗ് വരുന്നു. ഓക്കെ, സെൻസസിന്റെ ഓപ്പണിംഗ് വരുന്നു. ഇവിടെ എന്താ നടക്കുന്നത്, സെൻസസ് ഓപ്പൺ ചെയ്തു. ഓൾറെഡി സെൻസസിൽ 2 ലെവൽ ഓഫ് ബയേഴ്സ് സെപ്റ്റംബർ 3 മാർക്കറ്റിലെ ക്ലോസിംഗ് പ്രൈസിന്റെ മുകളിൽ നിന്നും മാർക്കറ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ബയേഴ്സിന്. അതുകൂടാതെ റൗണ്ട് നമ്പർ 80,500 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ അവിടുന്ന് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടാതെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിലും ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടാതെ 81,000 എന്നുള്ള ലെവല് വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു, ബ്രേക്കപ്പ് ചെയ്തു വിത്ത് സ്മോൾ ഗ്രീൻ ക്യാൻഡിൽ.
ഇതിന്റെ ഹൈ കട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഈവൻ ദോ മാർക്കറ്റ് എന്ത് ചെയ്തു 81,000 എന്നുള്ള ലെവല് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് അത് എന്ത് ചെയ്തു ബ്രേക്കപ്പ് ചെയ്തു. സോ ഈ ബ്രേക്കപ്പ് ചെയ്ത ടൈമിൽ വീണ്ടും എന്താ ബയേഴ്സ് ആക്ടിവേറ്റ് ചെയ്യും. അതായത് റൗണ്ട് നമ്പറിന്റെ മുകളിൽ മാർക്കറ്റ് വന്നുകൊണ്ട് തന്നെ വീണ്ടും ബയേഴ്സ് ആക്ടിവേറ്റ് ആകും. ഓക്കെ, അത് കൂടാതെ ഇവിടെ അറ്റ് എ ടൈമിൽ നോക്കുവാണെങ്കിൽ നിഫ്റ്റി എന്ത് ചെയ്തു ഓൾ മൾട്ടിപ്പിൾ എന്താണ്, അതായത് നിഫ്റ്റി ഓൾറെഡി ലെവലെല്ലാം കറന്റ് അവൈലബിൾ ആയിട്ടുള്ള ലെവലെല്ലാം ബ്രേക്ക് ചെയ്ത് മുകളിലാണ് നിൽക്കുന്നത്. ബാങ്ക് സെൻസസ് എന്ത് ചെയ്തു കറക്റ്റ് റെസിസ്റ്റൻസ് ലെവൽ ഡേ കറന്റ് ഡേ ഹൈ റെസിസ്റ്റൻസ് ലെവലിലും വന്നു, ലെവലെല്ലാം ബ്രേക്ക് ചെയ്തു. മൾട്ടിപ്പിൾ തവണ ബയേഴ്സിനെ എന്ത് ചെയ്തു 4 ലെവൽ ഓഫ് ബയേഴ്സിന് ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്തു. ഓൾറെഡി ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്, ഇവിടെയും ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. ഓൾറെഡി ലെവൽസ് കറന്റ് ഡേ ഹൈയും ബ്രേക്ക് ചെയ്യുമ്പോൾ ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. 3 ലെവൽ ഓഫ് ബയേഴ്സിന് മാർക്കറ്റ് ആക്ടിവേറ്റ് ചെയ്തു. സെൻസസ് 4 ലെവൽ ഓഫ് ബയേഴ്സിന് ആക്ടിവേറ്റ് ചെയ്തു. കറന്റ് ഡേ റെസിസ്റ്റൻസിൽ കറന്റ് ഡേ ഹൈ എന്ന റെസിസ്റ്റൻസിൽ മാർക്കറ്റ് വന്നത്. സോ ഒരു ഇൻഡെക്സ് ലെവലെല്ലാം ബ്രേക്ക് ചെയ്ത് നിൽക്കുമ്പോൾ മറ്റ് ഇൻഡെക്സ് റെസിസ്റ്റൻസിൽ നിൽക്കുമ്പോൾ ആ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ട് റെസിസ്റ്റൻസിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യും ആ റെസ്പെക്ട് ചെയ്തിട്ട് ആ റെസിസ്റ്റൻസിൽ നിന്നും സെൻസസ് റിവേഴ്സ് ആകും. അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന നിഫ്റ്റി ഫേക്ക് ബ്രേക്ക് ഔട്ട് വന്നിട്ട് റിവേഴ്സ് ആകും. സോ ആ ഒരു സൈക്കോളജി ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതേ ടൈമിൽ തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുക. ബാങ്ക് നിഫ്റ്റിയും ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്തു ഒരു സെല്ലിങ് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു അതേ ലെവലിൽ തന്നെ ആ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു ഇവിടുന്ന് സെല്ലിങ് വന്ന ലെവലിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു കറക്റ്റ് മാർക്കറ്റ് റിവേഴ്സ് ആയി. ഓൾറെഡി ബാങ്ക് നിഫ്റ്റിയിൽ ഓൾറെഡി 2 ലെവൽ ഓഫ് ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. ഇവിടെയും ക്ലോസിംഗ് പ്രൈസിന്റെ മുകളിലാണ് തേർഡ്, അതായത് സെപ്റ്റംബർ 3 മാർക്കറ്റിന്റെ ക്ലോസിംഗ് പ്രൈസിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. റൗണ്ട് നമ്പർ 54,000 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. ഓക്കെ, അത് കൂടാതെ മാർക്കറ്റ് എന്ത് ചെയ്തു ക്ലോസിംഗ് പ്രൈസിന്റെ മുകളിൽ നിന്നും മാർക്കറ്റ് എന്ത് ചെയ്തു മാർക്കറ്റ് സെല്ലിംഗ് വന്നു. എന്നിട്ട് ക്ലോസിംഗ് പ്രൈസിന്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്തു മുകളിൽ നിന്നാണ് ഈ ഒരു റീട്രേസ്മെന്റ് തന്നേക്കുന്നത്. സോ ഈ റീട്രേസ്മെന്റിൽ തന്നെ വീണ്ടും ബയേഴ്സിന്റെ ക്ലോസിംഗ് പ്രൈസിന്റെ മുകളിൽ നിന്ന് വീണ്ടും ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അതിവിടെ ക്ലോസിംഗ് പ്രൈസ് കൂടാതെ എന്ത് ചെയ്തു ഒരു ബൗൺസിംഗ് ലെവലും ഉണ്ട്. ഏതാണ് ഒക്ടോബർ 3 ഈ ഒരു ബൗൺസിംഗ് ലെവൽ, ഈ ഒരു ബൗൺസിംഗ് ലെവലിന്റെ മുകളിൽ നിന്നാണ് ഈ ഒരു റീട്രേസ്മെന്റ് വരുന്നത്. സോ അവിടുന്ന് ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. അത് കൂടാതെ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ട് അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആണ്. സോ 3 ഇൻഡെക്സിനും അറ്റ് എ ടൈമിൽ ഒരേ മൊമെന്റും ഒരേ രീതി ബയേഴ്സിനെയാണ് ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ഈ ഒരു ക്യാൻഡിൽ നമുക്ക് സെല് ചെയ്യാം. 100 പോയിന്റ് സ്റ്റോപ്പ് ലോസും 100 പോയിന്റ് അല്ലെങ്കിൽ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് മൾട്ടിപ്പിൾ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു പ്രീവിയസ് ലോയുടെ ഡൗൺ വരെ മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. സോ മാർക്കറ്റ് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തേക്കുന്നുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു ഒരു സ്റ്റോപ്പ് ലോസ് ക്ലിയർ ചെയ്തു, മാർക്കറ്റ് താഴത്തേക്ക് വന്നു. മൾട്ടിപ്പിൾ തവണ സ്റ്റോപ്പ് ലോസ് ക്ലിയർ ചെയ്തു. ഈവൻ ദോ മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളോ വന്നു കഴിഞ്ഞ് സ്റ്റോപ്പ് ലോസ് എല്ലാം ഹണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. അത് റിവേഴ്സ് ആയതിന് മൾട്ടിപ്പിൾ റീസൺ കാണും. നമുക്ക് എന്താണോ ആക്ച്വലി മാർക്കറ്റിൽ ഇനിഷ്യലി നടന്നത് അത് മാത്രം ആ മൊമെന്റ് മാത്രം ക്യാപ്ചർ ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങളോട് നമ്മൾ തല വയ്ക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് പ്രോഫിറ്റ് എടുക്കുക, എക്സിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ അതേ ടൈമിൽ ഈവൻ ടൈമും പറയാം. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത ടൈം എന്ന് പറയുന്നത് ക്യാൻഡില് 9:23 പെർഫെക്റ്റ് ടൈമാണ് ഫോർ ദ ലിക്വിഡിറ്റി ഗ്രാഫ്. ഓക്കെ, മാർക്കറ്റില് കണ്ടോ കറക്റ്റ് 9:23 ക്യാൻഡിൽ നിഫ്റ്റിയിൽ 9:23 പെർഫെക്റ്റ് ക്യാൻഡിൽ കിട്ടി. 40 പോയിന്റ് സ്റ്റോപ്പ് ലോസും എവിടെയാണ് സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡേയ്സ് ലോയിൽ നിന്നാണ്. ഇവിടെ നിന്ന് ഡേയ്സ് ലോയും പിന്നെ പ്രീവിയസ് ഡേ സെപ്റ്റംബർ 3 മാർക്കറ്റിലെ ക്ലോസിംഗ് പ്രൈസിന്റെ മുകളിലാണ് സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ 87 പോയിന്റ്സ് അടുത്ത് ഇത് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്ത് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് തിരിച്ച് റിവേഴ്സ്. സോ നമുക്ക് ഇനഫ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതേ ടൈമിൽ തന്നെ സെൻസസ് നോക്കുവാണെങ്കിൽ 9:23 ക്യാൻഡിൽ സെൻസസ് നോക്കുവാണെങ്കിൽ 150 പോയിന്റ്സ് സ്റ്റോപ്പ് ലോസ് എവിടെയാണോ അവൈലബിൾ ആയിട്ടുള്ള, അതായത് ബയേഴ്സ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഏരിയ ഏതാണോ ഇവിടുന്നാണ് ബയേഴ്സ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ആ ഏരിയ മാർക്കറ്റ് എന്ത് ചെയ്തു ഡ്രാസ്റ്റിക്കലി സെറ്റ് ചെയ്ത് അവർ സ്റ്റോപ്പ് ലോസ് ക്ലിയർ ചെയ്തു. പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു നെഗറ്റിവിറ്റി പോയി.
പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസ് ചെയ്തു. മേ ബി പുതിയ സെല്ലേഴ്സിനായിട്ട് ഇത് കാണാം, അല്ലെങ്കിൽ നല്ല സെല്ലേഴ്സ് ഈവൻ ദോ മാക്സിമം സെല്ലേഴ്സ് ആഡ് ആയിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും മാർക്കറ്റ് റിവേഴ്സ് ആയി മുകളിലെ ക്ലോസ്. സോ ഇതായിരുന്നു ഫിഫ്ത്ത് മാർക്കറ്റ് അനാലിസിസ്. വീഡിയോ ഒന്നുകൂടെ കാണുക, ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. മൾട്ടിപ്പിൾ തവണ കാണുക, ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. ഓക്കെ ട്രേഡേഴ്സ്, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.